ഹലോ ഗൈസ്, ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ നിങ്ങളിലേക്ക് വന്നിട്ട് ഒരു 3 ദിവസമാകുന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ തന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള സ്വീകരണത്തിനും നന്ദി പറയാൻ വേണ്ടിയിട്ടും ആ സ്നേഹം പങ്കിടാൻ വേണ്ടിയിട്ടുമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ടീം ഇപ്പോൾ ഈ ലൈവ് വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ നമ്മുടെ ടീമിന്റെ കുറച്ച് ആൾക്കാരുണ്ട്. ഞങ്ങൾ അവിടെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മുടെ പടത്തിന്റെ നമ്മുടെ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ, ക്രിയേറ്റീവ് ഡയറക്ടർ ജിനേഷ്, അതേപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ജോന, എന്നെ പഞ്ഞിക്കെട്ട ഒരു പെൺകുട്ടി, പിന്നെ അങ്ങനെ പ്രൊഡ്യൂസർ, ജൂനിയർ പ്രൊഡ്യൂസർ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, ബാക്കി ഓരോരുത്തരെ പരിചയപ്പെടുത്താം. ഇത് ഞങ്ങളുടെ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് രഞ്ജിത്ത് നായർ, പിന്നെ ഞങ്ങളുടെ മെയിൻ പ്രൊഡ്യൂസേഴ്സ് മിസ്റ്റർ സിബി ചാവറ, വൺ ഓഫ് ദ മെയിൻ, പ്രായം കൊണ്ട് ബുദ്ധി കൊണ്ട് മാറ്റും പ്രക്കാട്ട്, അതുപോലെ തന്നെ മറ്റൊരു പെൺകുട്ടി. ഇനി ആരാണുള്ളത്? വേറെ 2 ഭീകരന്മാര്. ഭയങ്കര നമ്മളെ കണ്ടിട്ട് ഭീകരന്മാരാണെന്ന് തോന്നുന്നു. ഹലോ, നമസ്തേ. പിന്നെ ഒരു കുഞ്ഞു ചക്കിക്കുട്ടി, പിന്നെ ഞാനും ഉണ്ട്. അപ്പം ഒരുപാട് സന്തോഷം. കാരണം ഓഫീസർ ഓൺ ഡ്യൂട്ടി ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു എഫേർട്ട് പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ വരണമെങ്കിൽ അത് പ്രേക്ഷകർ സ്വീകരിച്ചാൽ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും എന്താ പറയാ, ഒരു ഗ്രാൻഡ് രീതിയിൽ നിങ്ങൾ സ്വീകരിച്ചതിന് നന്ദി പറയാണ്. എന്നിപ്പോ ശരിക്കും ഞങ്ങളെല്ലാവരും ഒരു 3-4 ദിവസമായി ഉറങ്ങിയിട്ടെന്ന് പറയാം. കാരണം സന്തോഷം കാരണമാണ്. ഒരുപാട് കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും മാക്സിമം യാത്ര ചെയ്ത് ആ സ്നേഹം നിങ്ങളുമായിട്ട് നേരിട്ട് പങ്കിടാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ആ സന്തോഷം പങ്കിടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് കോഴിക്കോടും അതേപോലെ തന്നെ ഇപ്പൊ തലശ്ശേരിയിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ എല്ലാവരും നേരിട്ട് കാണാനായിട്ടും ആ സ്നേഹം നിങ്ങളുമായിട്ട് പങ്കിടാനായിട്ടും ദ വില്ലൻസ് ആൻഡ് ചൈൽഡ് ആർട്ടിസ്റ്റിന്റെ സ്പെഷ്യൽ മെൻഷൻ ഉറപ്പായിട്ടും. കാരണം അവരില്ലെങ്കിൽ ഈ പടമില്ല എന്നുള്ളതാണ്. മെയിൻ വില്ലൻ, മറ്റൊരു മെയിൻ വില്ലൻ, ചൈൽഡ് ആർട്ടിസ്റ്റ്, മറ്റൊരു മെയിൻ വില്ലത്തി, ഒരു വില്ലത്തി അവിടെ എവിടെയുണ്ട്. അപ്പം കാരണം പുതിയ ആൾക്കാരൊന്നും അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരൊന്നും ഒരു വ്യത്യാസമില്ലാതെ അവർ ചെയ്ത ക്യാരക്ടേഴ്സ് അതേ രീതിയിൽ തന്നെ സ്വീകരിച്ച് നന്ദി പറയാണ്. സോ ലെറ്റ് us hear from them.